മഴക്കാലം എത്തിയതോടെ ഭീതിയുടെ നിഴലിലാണ് മട്ടാഞ്ചേരിയിലെ അസ്രാജ് ബിൽഡിംഗിലെ കുടുംബങ്ങൾ. വർഷങ്ങളോളം പഴക്കമുള്ള കെട്ടിടം പൊളിഞ്ഞു വീഴാൻ തുടങ്ങിയിട്ടും അധികൃതർ അവഗണിക്കുകയാണെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു. കുറച്ച് നാളായിട്ട് ഇവിടെ ഒട്ടും കിടക്കാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇടിഞ്ഞു പൊളിഞ്ഞ അപ്പ വീയലാണ്. ഒരു തരി വെള്ളം പോലും പുറത്തേക്ക് പോകില്ല. നമുക്ക് പോകാനില്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ കിടക്കണം. നമുക്ക് നിവർത്തിന് നമ്മൾ കിടപ്പ് കിടക്കുവോ? പാമ്പ് കയറും, എല്ലാ മൃഗങ്ങളും വരും. മിക്കപ്പോഴും മലമ്പാമ്പുകളാണ് ഈ വീടുകളിൽ. ഇത് ഒറ്റയടിക്ക് വീണ സമയത്താണെങ്കിൽ ഇതിൽ എത്ര മരണം നടക്കും? നമ്മ പോകുന്നും പറഞ്ഞിരിക്കണ്ട, നീ ഇത് തന്നെ കിടപ്പ്, ഇനി ചാകട്ടെ. മഴ പെയ്താൽ ഒരു തുള്ളി വെള്ളം പോലും പുറത്തു പോകില്ല. ഒരു കാറ്റ് വീശിയാൽ വീട് പൊളിഞ്ഞ് ദേഹത്തേക്ക് വീഴുമോ എന്ന ഭീതിയും, വീട് തകരുമോ എന്ന് കരുതി പുനരുദ്ധാരണ പ്രവർത്തനങ്ങളെ കുറിച്ച് ഓർക്കുക പോലും ചെയ്യാറില്ല. കഴിഞ്ഞ ദിവസമുണ്ടായ അപകടത്തിന്റെ പേടിയിലാണ് ഇപ്പോഴും അസ്രാജ് ബിൽഡിംഗിലെ താമസക്കാർ. മക്കളും പേരക്കിടാങ്ങളും എത്ര കുടുംബങ്ങളാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. അതൊക്കെ അവർ 5000 രൂപ 10000 രൂപ പരിശോധിക്കുന്നു പറഞ്ഞില്ല. അങ്ങനെ കിട്ടിയിട്ട് ഇപ്പോൾ എന്താണ്? ഇത് നമുക്ക് കിടക്കാനൊരു ഭവനം തന്നെ നമുക്ക് നയിച്ചെങ്കിലും തിന്നാലോ. അത്രയും വിഷമമുണ്ട് ഉള്ളിൽ. കെട്ടിടം നിൽക്കുന്നത് അഭയാർത്ഥി ഭൂമിയിലായതിനാൽ എന്തെങ്കിലും ചെയ്യാനാവുക സർക്കാരിന് മാത്രമാണ്. എന്നാൽ ഞങ്ങൾ ആധാരത്തിന്റെ കാര്യം ചോദിക്കേ. അപ്പൊ ഇവിടെ ഞങ്ങൾക്ക് ആധാരം തരാൻ പറ്റില്ല. പക്ഷെ ഇവിടെ 2 കൂട്ടർക്ക് ആധാരമുണ്ട്. അപ്പൊ ആ 2 കൂട്ടർക്ക് കിട്ടിയ സ്ഥിതിക്ക് ഞങ്ങൾക്കും കിട്ടണ്ടേ? പക്ഷെ ഇപ്പൊ ആധാരത്തിന്റെ കാര്യം ചോദിക്കണല്ലേ. ഞങ്ങൾക്ക് ഞങ്ങളെ വീട് ഇപ്പൊ എങ്ങനെയെങ്കിലും നന്നാക്കി തരാനാണ് പറയണത്. അമ്പരചുംബികളായ കെട്ടിടങ്ങൾ ഇവർക്കു വേണ്ട. പൗരാണികത നിറഞ്ഞ പഴയ പാണ്ഡികശാലകളിൽ നിന്നുള്ള മോചനം മാത്രം മതി. ശരിയാക്കി തരാമെന്ന് പറഞ്ഞവരൊന്നും പിന്നീട് അസ്രാജിനെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. എന്നിട്ടും ആരുടെയൊക്കെയോ വാക്കുകളിൽ വിശ്വാസമുറപ്പിക്കുകയാണ് 4 കുടുംബങ്ങൾ. ഇനിയെങ്കിലും ഇവർക്ക് മനസമാധാനമായി സ്വന്തം വീട്ടിൽ കഴിയാൻ സാധിക്കണം. കാറ്റ് വീശുമ്പോഴും മഴ പെയ്യുമ്പോഴും വീടിന്റെ ഭാഗങ്ങൾ അടർന്നു വീഴുന്നില്ലല്ലോ എന്ന സമാധാനത്തോടെ ഉറങ്ങാൻ സാധിക്കണം. ചോർന്നൊലിക്കാത്ത വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ സാധിക്കണം. അതിന് അധികാരികൾ വേണ്ട നടപടികൾ ചെയ്തേ മതിയാകൂ. ക്യാമറാമാൻ ജിഷ്ണു KR വിജിത, കേരള വിഷൻ ന്യൂസ്, കൊച്ചി.